നമസ്കാരം. ബലൂചിസ്ഥാൻ പ്രദേശത്ത് നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് തത്വമയി ന്യൂസ് തന്നെ പ്രേക്ഷകരോട് നിരവധി വാർത്തകൾ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ബലൂചിസ്ഥാനിൽ പൂർണ്ണമായും ഇൻ്റർനെറ്റ് ഏതാണ്ട് വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വാർത്തകളൊന്നും അവിടുന്ന് പുറത്തു വരുന്നില്ല. എന്നാലും ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇപ്പോൾ പാകിസ്ഥാൻ പട്ടാളം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അഥവാ BLAയുടെ പ്രവർത്തകരെ വേട്ടയാടുകയാണ്. പക്ഷേ 48 മണിക്കൂറുകൾക്ക് മുൻപ് വരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വളരെ ആസൂത്രിതമായ എന്നാൽ പാകിസ്ഥാനെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ കൃത്യമായും പാകിസ്ഥാൻ്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെയും രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഓഫീസുകൾക്ക് നേരെയും അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ ഓഫീസുകൾക്ക് നേരെയും തന്ത്രപ്രധാനമായ പല സ്ഥാപനങ്ങൾക്കും പോയിന്റുകൾക്ക് നേരെയും അഴിച്ചുവിട്ടിരുന്നു. അതിൽ ഒറ്റയടിക്ക് 48 മണിക്കൂറുകൾക്കുള്ളിൽ ഏതാണ്ട് 100-ന് മേൽ പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ, സൈനികരാവട്ടെ, രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരാകട്ടെ, പാരാമിലിറ്ററി ഫോഴ്സ് ആകട്ടെ, അർദ്ധസൈനിക വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, 100-ന് മേൽ ആൾക്കാർ, ഏതാണ്ട് 148ഓളം പേർ 48 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ, അത് നാവികസേനയുടെ കേന്ദ്രത്തിൽ വരെ, നാവികസേനയുടെ ഒരു ഓക്സിലറി ഓഫീസ് ഉണ്ടായിരുന്നു അവിടെ, ഒരു എന്താ പറയുക, അറ്റാഷെ ഓഫീസ് എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ളൊരു ഓഫീസ് ഉണ്ടായിരുന്നു. അതിന് നേരെ വരെ ചാവേർ ആക്രമണം അഴിച്ചുവിട്ടാണ് 149-ന് മേൽ പാക് സൈനികോദ്യോഗസ്ഥരെ, സുരക്ഷാ ഉദ്യോഗസ്ഥരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി വധിച്ചത്. ഈ വിവരങ്ങളുടെ എല്ലാം ഒരു ഏകദേശ രൂപം തത്വമയി ന്യൂസ് തന്നെ പല വാർത്തകളായി പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. പക്ഷെ പ്രധാനപ്പെട്ടൊരു വാർത്ത കൂടി ബലൂചിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഈ ആക്രമണങ്ങളിൽ പലതിൻ്റെയും നേതൃത്വം വഹിക്കുന്നത് ബലൂചിസ്ഥാനിലെ സ്ത്രീകളാണ്. അപ്പോൾ ഈ ബലൂചിസ്ഥാനിലെ സ്ത്രീകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അഭ്യസ്തവിദ്യരായ പലരും അതിൽ അധ്യാപികമാരാണ്. വളരെ ബൗദ്ധികമായി ഉയർന്ന തലത്തിൽ ചിന്താശേഷിയുള്ള എഴുത്തുകാരായിട്ടുള്ള സ്ത്രീകൾ, പല സ്ത്രീകളും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ മജീദ് സ്ക്വാഡ്രണിനോടൊപ്പം ചേർന്ന് ഈ ആക്രമണങ്ങൾക്ക് മുൻകൈ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ചാവേർ ആക്രമണങ്ങളിൽ പോലും നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഒരു 2 സ്ത്രീകളുടെ രണ്ടുപേരും ചാവേർ ആക്രമണങ്ങളിൽ പങ്കെടുത്ത് വീരമൃത്യു വരിച്ചു എന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പറഞ്ഞ 2 സ്ത്രീകളുടെ ചിത്രങ്ങളും അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഹഫ്സ ബലോച്ച്, ആസിഫ മെങ്കൽ എന്നാണ് ആ 2 സ്ത്രീകളുടെയും പേര്. അതിൽ ഈ ഹഫ്സ ബലോച്ചാണ് ഈ നാവികസേനയുടെ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തിയത്. നിരവധി നാവികസേനാ ഉദ്യോഗസ്ഥരെ, പാകിസ്ഥാൻ്റെ നാവികസേനാ ഉദ്യോഗസ്ഥരെയും, ഒപ്പം പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയുടെ നിരവധി ഉദ്യോഗസ്ഥരെയും വധിക്കുവാനിടയാക്കിയ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ചാവേർ ആക്രമണം ഈ ഹഫ്സ ബലോച്ചാണ് നേരിട്ട് നടത്തിയത്. അവരതിൽ മരണപ്പെട്ടു. ആ വിവരങ്ങൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പുറത്തുവിടുന്നുണ്ട്. ഇനി ഇതിലുമൊക്കെ ഉപരിയായി ഹാദംനാസ് മജീദ് എന്നൊരു സ്ത്രീയെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ഹാദംനാസിന്. ഹാദംനാസും ഒരു അധ്യാപിക ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. അതിൽ അല്പസ്വല്പം സംശയങ്ങളുണ്ട്. കാരണം ഈ ഹഫ്സ ബലോച്ചുമായി അവരെ മാറിപ്പോയതാണ്. എന്തായാലും വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീയാണ്. 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ടവർക്ക്. അവർ ഈ മജീദ് സ്ക്വാഡ്രൻ്റെ, അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഈ മജീദ് സ്ക്വാഡ്രൻ്റെ മുന്നണി പോരാളികളിൽ ഒരാളാണ്. ചാവേർ പോരാളിയല്ല, മുന്നിൽ നിന്ന് സൈന്യത്തെ നയിക്കുന്ന ഒരു പോരാളിയാണ്. അതായത് നേർക്കുനേരുള്ള യുദ്ധങ്ങളിൽ, അല്ലെങ്കിൽ ഒളിയാക്രമണങ്ങളിൽ, ചാവേർ ആക്രമണങ്ങളല്ല, ഒളിയാക്രമണങ്ങളിൽ ഒരു സൈനിക വിഭാഗത്തിനെ, അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അംഗങ്ങളെ നയിക്കുന്ന ഒരു സ്ത്രീയാണ് ഈ ഹാദംനാസ്. അപ്പോൾ ബലൂചിസ്ഥാനിൽ സ്ത്രീകൾ പോലും പാകിസ്ഥാൻ പട്ടാളത്തിനെതിരെ രംഗത്തിറങ്ങുന്നു എന്നുള്ളത് പാകിസ്ഥാന് നൽകുന്നത്, അതായത് സ്ത്രീകളെ 2ാം തരം പൗരന്മാരായിട്ട്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ അത്രയും അവകാശങ്ങൾ ഒരു കാലത്തും നൽകാത്ത, മതഭരണം നിലനിൽക്കുന്ന, പ്രത്യക്ഷത്തിൽ ജനാധിപത്യമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞാലും ആത്യന്തികമായി മതഭരണം നിലനിൽക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കായ പാകിസ്ഥാനിൽ, അല്ലെങ്കിൽ പാകിസ്ഥാന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നൽകുന്ന വ്യക്തമായൊരു സന്ദേശമാണ് ഈ സ്ത്രീകൾ ഇത്തരം ആക്രമണങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത്, അല്ലെങ്കിൽ നയിക്കുന്നത്. കാരണം ഞങ്ങളുടെ സ്ത്രീകൾ സ്വതന്ത്രരാണ്,
അവർ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നിങ്ങളോട് പോരാടി ബലൂചിസ്ഥാനെ പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമാക്കും എന്നുള്ളൊരു വ്യക്തമായ സന്ദേശമാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നൽകുന്നത്. അപ്പോൾ ഈ ബലൂചിസ്ഥാൻ്റെ ചരിത്രം നമുക്ക് വിശദമായി മറ്റൊരു അവസരത്തിൽ പരിശോധിക്കാം. പക്ഷേ ഈ ബലൂചിസ്ഥാനിൽ ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾ കാരണം ബലൂചിസ്ഥാൻ്റെ തലസ്ഥാനമായ ക്വറ്റ ഉൾപ്പെടെയുള്ള 12 നഗരങ്ങൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. തത്വമയി ന്യൂസും ആ വാർത്ത നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവെയുള്ളൊരു ധാരണ ഇത്തരത്തിലുള്ളൊരു പിടിച്ചെടുക്കൽ നടത്തിക്കഴിഞ്ഞാൽ ആ പ്രദേശങ്ങളുടെ സ്ഥിരമായ ഭരണം, അല്ലെങ്കിൽ ഇന്നലെ അവരെ ക്വറ്റ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നലെ മുതൽ അല്ലെങ്കിൽ ഏത് നിമിഷമാണോ അവർ പിടിച്ചെടുക്കുന്ന ആ നിമിഷം മുതൽ മുന്നോട്ടുള്ള ക്വറ്റയുടെ നിയന്ത്രണം പൂർണ്ണമായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ കയ്യിലായിരിക്കും എന്നുള്ളതാണ് പൊതുവെയുള്ള ധാരണ. എന്നാൽ അങ്ങനെ അല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഈ ഒരു കാലത്ത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു താരതമ്യം നടത്തുവാൻ വേണ്ടി പറഞ്ഞാൽ, അഫ്ഗാനിസ്ഥാനിൽ റഷ്യൻ സൈന്യത്തിനെതിരെ താലിബാൻ പോരാടിയപ്പോൾ, അല്ലെങ്കിൽ ഈ രണ്ടാമതും താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലെത്തിയപ്പോൾ നിരവധി സ്ഥലങ്ങൾ അവർ മുൻപ് പിടിച്ചെടുത്തിരുന്നു. പൂർണ്ണമായും കാബൂൾ പിടിച്ചെടുക്കുന്നതിന് മുമ്പ്, അഫ്ഗാനിസ്ഥാൻ പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കുന്നതിന് മുമ്പ്. അത്തരത്തിലുള്ളൊരു ആക്രമണമല്ല ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ബലൂചിസ്ഥാനിൽ നടത്തുന്നത്. കാരണം അവരുടെ അംഗസംഖ്യ താലിബാനേക്കാളും വളരെയധികം കുറവാണ്. അതൊന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ, അതിൻ്റെ എണ്ണവും അതിൻ്റെ ഒരു ആധുനികതയും മുൻപ് താലിബാൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളുമായിട്ട് യാതൊരു താരതമ്യവും ഇല്ലാത്ത ഒന്നാണ്. അത്രയധികം അത്യാധുനികമായ ആയുധങ്ങളല്ല ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ കയ്യിലുള്ളത്. ഒപ്പം തന്നെ അതിൻ്റെ എണ്ണവും, എന്തിനു പറയുന്നു, വെടിയുണ്ടകളുടെ എണ്ണം പോലും ചിലപ്പോൾ കുറവായിരിക്കാം. അപ്പോൾ അവർ ആകെ ചെയ്യുവാൻ സാധിക്കുക ഒരു മിന്നലാക്രമണത്തിലൂടെ ഒരു പ്രദേശം പിടിച്ചെടുക്കുക. അതൊരു എന്താ പറയുക, ഒരു സിംബോളിക്കായിട്ടുള്ളൊരു പിടിച്ചെടുക്കലാണ്. ഒരു പ്രദർശനത്തിന് വേണ്ടിയിട്ടുള്ളൊരു പിടിച്ചെടുക്കൽ, ശക്തി പ്രദർശനം മാത്രമാണ്. ആ പിടിച്ചെടുക്കലിന് ശേഷം പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ പ്രത്യാക്രമണം ഉണ്ടാകുന്നതിന് മുമ്പ് അവർ പിന്മാറും. അതായത് ഒരടി മുന്നോട്ട് രണ്ടടി പിന്നോട്ട് എന്ന് പറയില്ലേ, ആ രീതിയിലുള്ളൊരു പ്രതികരണമാണ്, അല്ലെങ്കിൽ ഒരു ആക്രമണ തന്ത്രമാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. താലിബാൻ്റെ കാര്യത്തിൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, റഷ്യൻ പട്ടാളവുമായി അവർ അഫ്ഗാനിസ്ഥാനിൽ പോരാടിയിരുന്ന കാലത്ത് അമേരിക്കയുടെ ശക്തമായ പിന്തുണയും അത്യന്താധുനികമായിട്ടുള്ള ആയുധങ്ങളും ഉപഗ്രഹ സംവിധാനങ്ങളുടെ സഹായങ്ങളും എല്ലാം താലിബാനുണ്ടായിരുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് പ്രത്യക്ഷമായിട്ട് അത്തരത്തിലുള്ള സഹായം നൽകുവാൻ ശേഷിയും മനസ്സുമുള്ള ഏക രാഷ്ട്രം ഭാരതമാണ്. എന്നാൽ ഭാരതം പ്രത്യക്ഷത്തിൽ അത്തരമൊരു സഹായം നൽകുന്നില്ല. അതിന് രാഷ്ട്രീയമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ നിരവധിയുണ്ട്. അതും നമുക്ക് വിശദമായി പിന്നൊരിക്കൽ ചർച്ച ചെയ്യാം. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഭാരതത്തിൻ്റെ പിനാകയോ ഭൈരവയോ ബ്രഹ്മോസോ ഒന്നും പരസ്യമായി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് നൽകുവാൻ ഇത്തരുണത്തിൽ, ഈ ഒരു അവസരത്തിൽ ഭാരതത്തിന് സാധ്യമല്ല, അല്ലെങ്കിൽ അതിന് ഭാരതം മുതിരുകയുമില്ല. അങ്ങനെയുള്ളൊരു സ്ഥിതി നിലനിൽക്കുമ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഇത്തരത്തിലുള്ള മിന്നലാക്രമണങ്ങൾ നടത്തുക, താൽക്കാലികമായി പ്രതീകാത്മകമായി ഒരു പട്ടണം പിടിച്ചെടുക്കുക, അതിനുശേഷം പിന്മാറുക, ഇതാണ് അവർ നടത്തുന്ന ഒരു യുദ്ധതന്ത്രം, അല്ലെങ്കിൽ നടപ്പിൽ ആക്കുന്ന ഒരു യുദ്ധതന്ത്രം. ഈ യുദ്ധതന്ത്രത്തിൽ തന്നെ നിരവധി പാകിസ്ഥാൻ പട്ടാളക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. പാകിസ്ഥാന് വൻ തിരിച്ചടിയാണ് ഏറ്റുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉടനെയെങ്ങും ബലൂചിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്ന് പൂർണ്ണമായും സ്വാതന്ത്ര്യം നേടും എന്നുള്ളൊരു ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞു വയ്ക്കുവാനാണ് ഞാൻ ഇത്രയും വിശദമായി ആ കാര്യം പറഞ്ഞത്. പക്ഷേ ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ആക്രമണങ്ങൾ അനുദിനം ശക്തി പ്രാപിക്കുമ്പോൾ പാകിസ്ഥാൻ പലതായി ചിന്നിച്ചിതറി പോകുവാനുള്ള സാധ്യത കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഭാരതത്തെ സംബന്ധിച്ച് എന്നും വളരെയധികം പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ്. താമസിയാതെ തന്നെ, അധികം വൈകാതെ തന്നെ പാകിസ്ഥാൻ 10-16 കഷ്ണങ്ങളായിട്ട്, ഏറ്റവും സാധ്യതയുള്ളത് 4 കഷ്ണങ്ങളായിട്ട് ബലൂചിസ്ഥാൻ, സിന്ധ്, ലാഹോറിൻ്റെ ഒരു വിഭാഗം, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ ഭാരതത്തിലേക്ക് ചേരുന്ന അവസ്ഥ, ഇത്രയുമായിട്ട് ചിഹ്നിച്ചിത്രമെന്നുള്ളതാണ് ഏറ്റവും സാധ്യതയുള്ളൊരു കാര്യം. എന്നാലും അതിലുമുപരി പഞ്ചാബൊക്കെ ഒരു 16 കഷ്ണങ്ങളായിട്ട് ചിഹ്നിച്ചിതറി പോകട്ടെ, ഭാരതത്തിന് ഏറ്റവും കൂടുതൽ ഗുണം അത്തരത്തിലുണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് സാധാരണ ഭാരതീയർക്ക് ഈ അവസരത്തിൽ പ്രത്യാശിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ തന്നെ അങ്ങനെ ഒരു സമീപകാലത്തൊരു പൂർണ്ണമായ സ്വാതന്ത്ര്യം ബലൂചിസ്ഥാന് ലഭിക്കില്ല എന്നുള്ള വസ്തുത നിലനിൽക്കെ തന്നെ
ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയും മറ്റ് പല ബലൂചിസ്ഥാൻ പോരാളികളുടെ നിരവധി വിഭാഗങ്ങളും ശാഖകളുമുണ്ട്. അവരെല്ലാം ഒന്നിച്ചു കൂടുകയാണ് ഇപ്പോൾ. ഒരു ശക്തിയായി പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കുകയാണ്. കാരണം താലിബാനെ പോലെ അവരെ ഭരിക്കുന്നത് മതമല്ല, ദേശീയതയാണ്. ബലൂച്ച് ദേശീയത എന്ന ദേശീയ വികാരമാണ് അവരെ ഭരിക്കുന്നത്, മതമല്ല. താലിബാനെ പൂർണ്ണമായും ഇസ്ലാം മതമാണ് ഭരിക്കുന്നത്. ഇസ്ലാം മതത്തിന് വേണ്ടി തന്നെയാണ് അവർ പോരാടുന്നതെന്നാണ് അവർ ലോകത്തോട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബലൂചിസ്ഥാൻ പോരാളികളുടെ പുറത്തു വരുന്ന വീഡിയോയിലെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കാണുക, ഒന്ന് കേൾക്കുക. അള്ളാഹു അക്ബർ എന്നുള്ള ഒരു പോർവിളി അതിൽ വളരെ വിരളമായേ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒന്നെങ്കിൽ BLAക്ക് വേണ്ടിയിട്ടുള്ള വിജയാഹ്ലാദ പ്രകടനങ്ങൾ അല്ലെങ്കിൽ വിജയഭേരി ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ആ വീഡിയോകൾ കേൾക്കുവാൻ സാധിക്കുക. താലിബാൻ്റെ ഏത് വീഡിയോ എടുത്താലും അവർ പഴം തിന്നുന്നതായാലും കഴുത്ത് വെട്ടുന്നതായാലും അള്ളാഹു അക്ബർ കേൾക്കാതെ ഒരു വീഡിയോ താലിബാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല. ഇതിൽ നിന്ന് തന്നെ അവരുടെ ആശയധാരയുടെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു ആശയധാരയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന BLAയ്ക്കും ബലൂചിസ്ഥാനികൾക്കും മനസ്സുകൊണ്ടൊരു ധാർമ്മിക പിന്തുണ നൽകാനേ സാധാരണ ഭാരതീയർക്ക് സാധിക്കുകയുള്ളൂ. അല്ലാത്ത പിന്തുണ ഭാരതം നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ലോകത്തോട് നമ്മൾ പറയും ഇല്ല. പക്ഷേ ദുരന്തർ സിനിമയിലൂടെ നമ്മൾ പറയും ഉണ്ട്. സത്യമേതാണെന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്കും അറിയാം, നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും രാജ്നാഥ് സിംഗിനും അജിത് ഡോവലിനും അറിയാം. അപ്പോൾ എന്തായാലും പാകിസ്ഥാൻ്റെ വളരെ ശോഭനമായിട്ടുള്ളൊരു 16 കഷ്ണത്തിലേക്ക് ചിതറുന്ന ഭാവിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.